പറയുന്ന മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞാൽ 4 സീറ്റ് വരെ BJP. പക്ഷേ കേരളത്തിൽ ഒരു മാധ്യമം ഇന്നലെ പറഞ്ഞാൽ BJP ഇവിടെ താമര വിരിയിക്കില്ല, ഒരു ചാൻസിലോ. ഇന്ന് CPM കുറെ സീറ്റും കൊടുത്തിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നാളിതുവരെ ഒരു മാധ്യമപ്രവർത്തനവും നടത്തിയിട്ടുള്ള എക്സിറ്റ് പോളുകൾ യഥാർത്ഥ ഫലത്തിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. എല്ലാ തവണയും അവർ ദേശീയ രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും, UPA തിരിച്ചു വരും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി തിരിച്ചു വരുമെന്നുള്ള ന്യൂസ് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർവേകളും എക്സിറ്റ് പോളുകളും ഒക്കെ തിരിച്ചു വന്നപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി ഇതേ ചാനലുകളിൽ നടത്തിയിരുന്ന ചർച്ചകൾ നടത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് പോലും അറിവുണ്ടായിരുന്നു കേരളത്തിൽ ഒന്നിൽ കൂടുതൽ സീറ്റുകളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഇത് കേൾക്കുന്ന കേൾവിക്കാരെയും വായനക്കാരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ ചെയ്തിരുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. നമ്മൾ അത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ നമ്മൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ നമുക്ക് പൂർണ്ണ വിശ്വാസം തന്നെയാണ്. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും വലിയ ഭൂരിപക്ഷത്തോടുകൂടി 400-ൽ പരം സീറ്റുകളായിട്ട് അധികാരത്തിലേക്ക് വരും. അതിൽ പല സീറ്റുകളും കേരളത്തിൽ നിന്നും ഉണ്ടാകുന്നത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യാതൊരു ആശങ്കയുമില്ല, വിജയിക്കുമെന്ന കാര്യം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം എത്രത്തോളം ഉറപ്പാണ്. കാരണം അദ്ദേഹം വന്ന് പ്രവർത്തനം തുടങ്ങിയ ഏകദേശം 48 ദിവസത്തോളം അദ്ദേഹം സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തുടർച്ചയായിട്ട് പ്രവർത്തനം നടത്തിയിരുന്നു. ഇലക്ഷൻ്റെ ഡേറ്റ് നിശ്ചയിച്ച് 41 ദിവസം, ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള 41 ദിവസവും അതിന് പിറകിലോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വളരെ സജീവമായി ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് പ്രവർത്തിച്ചത്. ജനകീയ വിഷയങ്ങളും വികസനവുമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളെ പറ്റിച്ച MPക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതിനെ ഇനി എത്രത്തോളം മൂടിവെക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ ശശി തരൂരിന് ഉൾപ്പെടെ അത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. 3 മുന്നണികളും വെച്ച് നോക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം തന്നെയാണ് എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും മികച്ചതായിട്ട് മുന്നിട്ട് നിന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ആശങ്കയുമില്ല. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ച് മന്ത്രിയായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ അദ്ദേഹം മാറ്റും. വികസനമുള്ള ഒരു നഗരമായിട്ട് തിരുവനന്തപുരത്തെ അദ്ദേഹം മാറ്റിയെടുക്കുമെന്നുള്ള കാര്യം നമുക്ക് യാതൊരു ആശങ്കയുമില്ല. റിസൾട്ട് വരാൻ കുറച്ച് മണിക്കൂറിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ദേശീയ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു വെച്ചാൽ BJPക്ക് 4 സീറ്റ് വരും. കേരളത്തിൽ ഒരു മാധ്യമം ഇന്നലെ പറഞ്ഞു വെച്ചാൽ BJPക്ക് ഒരു സീറ്റും ഇല്ല, തൃശ്ശൂർ വരെ 3-ാം സ്ഥാനം പറയുകയാണ്. അതെ, മനോരമ ചാനലും മനോരമ പത്രവും സ്വാഭാവികമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. കോൺഗ്രസിൻ്റെ ഒരു പത്രമായി, കോൺഗ്രസിൻ്റെ ഒരു മാധ്യമമായി മനോരമ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാനും മനോരമയ്ക്കൊരു വിമുഖതയാണ്. ആ വിമുഖതയാണ് തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുകയും ശശി തരൂർ 15 വർഷമായി ഈ തലസ്ഥാനത്ത് ഒന്നും ചെയ്തില്ല എന്ന പ്രതീതി ഉണ്ടാവുകയും ഈ തിരുവനന്തപുരത്തെ ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് ചെയ്യുകയും ചെയ്തു. കണ്ടില്ല എന്ന് നടിക്കാൻ മനോരമയ്ക്ക് മാത്രമേ സാധിക്കൂ. ഈ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കേരളത്തിൽ ഒരു മാധ്യമം പറയുന്നില്ല, ഒരു സൈറ്റ് പോലും ആരും പറയുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ സ്വാഭാവികമായും നമുക്കറിയാം BJP മാത്രം കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങൾ. അവരുടെ മാധ്യമങ്ങൾ വരുന്ന ആങ്കർമാർ പോലും മറ്റ് വിദേശ ശക്തികളുടെ സ്രോതസ്സിന് വശംവദരായി പ്രവർത്തിക്കുന്നു എന്ന് SDPI അടക്കമുള്ള സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ തന്നെ ഇംഗിതത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളും ആങ്കർമാരുമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ, ജനം TV ഒഴികെയുള്ള മാധ്യമ സുഹൃത്തുക്കൾ ഒരിക്കലും BJPയെ ഒന്നും പറയാൻ, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി എന്തെങ്കിലും പറയാൻ, നരേന്ദ്രമോദിക്ക് അനുകൂലമായി പറയാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾ. അതുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ, സത്യസന്ധമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പോലും ഇവിടെ BJPക്ക് 4 സീറ്റ് വരെ പ്രവചിച്ചപ്പോൾ മലയാള മാധ്യമങ്ങൾ കണ്ണടയ്ക്കുകയാണ്.
BJP എത്ര സീറ്റ് കിട്ടുന്ന വിചാരിക്കുന്നത്? BJP എല്ലാ ദേശീയ മാധ്യമങ്ങളും പറഞ്ഞതുപോലെ 2 മുതൽ 4 സീറ്റ് വരെ ജയസാധ്യത BJPക്ക് കേരളത്തിൽ നിലനിൽക്കും. ഈ ദേശീയ മാധ്യമം പറഞ്ഞാൽ പത്തനംതിട്ടയ്ക്കും ഒരു ചാൻസ് പറയുന്നുണ്ട്. ഉറപ്പുണ്ടോ പത്തനംതിട്ടയിൽ? പത്തനംതിട്ട ഈ 4 സീറ്റിൽ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം. പത്തനംതിട്ട വിജയിക്കുവാനുള്ള കഴിഞ്ഞ തവണ തന്നെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ മത്സരിക്കുകയും ഗണ്യമായ വോട്ട് വർദ്ധിക്കുകയും ചെയ്ത മണ്ഡലമാണ്. അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ ഗുണകരമായി വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ BJP വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായും നിഷ്പക്ഷമായ ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് ചെയ്യും.